അതായത് അയോധ്യയിൽ നിലവിലിപ്പോൾ വലിയൊരു ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. അതായത് അയോധ്യയിൽ സ്വർണവും വെള്ളിക്കട്ടകളും കാണാനില്ല എന്നുള്ളതാണ് ഒരു വാർത്ത. 2, പണം അത് അനധികൃതമായി കടത്തിക്കൊണ്ടു പോയിരിക്കുന്നു പണം എന്നുള്ള കാര്യം പറയുന്നു. കാണിക്കയായി കിട്ടിയ പണത്തിന്റെ കണക്ക് പോലുമില്ല എന്ന വാർത്ത അയോധ്യയിൽ നിന്നും കുറച്ച് ദിവസങ്ങളായി മലയാള മാധ്യമങ്ങളും മറ്റും ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഇപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ കൊണ്ടുവരികയാണ്. അതായത് അയോധ്യയിൽ ഇപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു SIT അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ആരോപണം വന്ന ആ പശ്ചാത്തലത്തിലാണ് ഈ SIT അന്വേഷണം അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അയോധ്യ പോലെ ഇത്രയും ഹിന്ദു വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ഇത്ര വലിയ ആരോപണം ഉണ്ടായത് ഒരു കാരണവശാലും അന്വേഷിക്കാതിരിക്കില്ല എന്ന് സർക്കാരും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വരാനൊരു കാരണമുണ്ട്. 2027 ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇതിനപ്പുറമുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമെന്ന BJPക്ക് ഉറപ്പുമായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഇനി അയോധ്യയിൽ ഇത്തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാനും ഇതിനോടകം തന്നെ തീരുമാനമായിട്ടുണ്ട്. അത് സർക്കാർ തലത്തിൽ തന്നെ നടക്കുകയുമാണ്. ആ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. അതായത് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിനെതിരെ പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങളിൽ SIT അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണത്തിൽ സുതാര്യത ഉറപ്പാക്കാൻ ക്ഷേത്രത്തിന്റെ ദൈനംദിന ഭരണ ചുമതല അയോധ്യ ജില്ലാ മജിസ്ട്രേറ്റിന് കൈമാറിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് സർക്കാർ. മാത്രമല്ല ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഉത്തർപ്രദേശ് സർക്കാരിന് കൈമാറിയിട്ടും ഉണ്ട്. ആ വാർത്തയിലേക്ക്. അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം നിർമ്മിക്കുന്നതിനെതിരെ നിലപാടെടുത്ത സമാജ്വാദി പാർട്ടിയും അതിന്റെ നേതാക്കളുമാണ് ആരോപണം ഉന്നയിച്ചത് എങ്കിലും ആക്ഷേപം ഉയർന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് SIT രൂപീകരിച്ച് അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു. ശ്രീരാമ ജന്മഭൂമി ന്യാസ് ട്രസ്റ്റും അന്വേഷണം ആവശ്യപ്പെട്ടു. കാണിക്ക എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിന് നിയോഗിക്കപ്പെട്ട വ്യക്തികൾക്കെതിരെയും സ്വർണവും വെള്ളിയും ഉൾപ്പെടെയുള്ള സംഭാവനകൾ കൈകാര്യം ചെയ്തതിലുമാണ് ആരോപണം ഉയർന്നത്. എന്നാൽ അന്വേഷണം അവരിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതിന് പകരം ക്ഷേത്ര ട്രസ്റ്റിലെ മുഴുവൻ ആളുകളെയും രാഷ്ട്രീയം നോക്കാതെ SIT ചോദ്യം ചെയ്തു. അന്വേഷണത്തിൽ സുതാര്യത ഉറപ്പാക്കാൻ നിലവിൽ ക്ഷേത്രത്തിന്റെ ദൈനംദിന ചുമതല അയോധ്യ ജില്ലാ മജിസ്ട്രേറ്റിന് യോഗി സർക്കാർ കൈമാറുകയും ചെയ്തു. ഇതിനിടെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടെങ്കിലും സംസ്ഥാന സർക്കാർ നടത്തുന്ന അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തി ഹൈക്കോടതി ഹർജി തള്ളുകയായിരുന്നു. അതേസമയം ആരോപണങ്ങൾ അന്വേഷിച്ച SIT ഇന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലെ സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത ഉറപ്പാക്കാൻ പൂർണ്ണമായ റിപ്പോർട്ട് പുറത്തുവിടും എന്നാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.